എൻ്റെ പേര് രാധാകൃഷ്ണൻ എന്നാണ്. പറവൂരിൽ പെരുമ്പടന്ന എന്നാണ് സ്ഥലം. പിന്നെ ഞാൻ ഒരു ഗൾഫ് റിട്ടേണറാണ്. ഇപ്പോൾ നാട്ടിൽ തന്നെ കഴിയുകയാണ്. ഞാൻ എൻ്റെ ഇവിടെ അടക്കണ ഇലക്ട്രിസിറ്റിയുടെ എമൗണ്ട് വെച്ച് നോക്കുമ്പോൾ വളരെ വലിയ എമൗണ്ടൊക്കെ ആയിരുന്നു വന്നിരുന്നത്. എനിക്ക് ചില സമയത്തൊക്കെ നമ്മുടെ കോവിഡ് ടൈമിനൊക്കെ 13,000 വരെയൊക്കെ വന്നിട്ടുണ്ടായി. അപ്പോൾ ഞാനിങ്ങനെ ഇതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾക്ക് എന്തുകൊണ്ടും ഇതിങ്ങനെ ഇത് നല്ലതാണെന്നും സോളാർ വെച്ച് കഴിഞ്ഞാൽ കുറേ മെച്ചപ്പെട്ട ഇത് കിട്ടുമെന്നുള്ളത് ഇതിനെക്കുറിച്ച് പിന്നെ അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പഠിക്കാനുണ്ടായത്. പഠിച്ചു കഴിഞ്ഞ ശേഷം എനിക്ക് തോന്നി ഇതങ്ങനെ നമ്മൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ടീമിൻ്റെ അടുത്ത് പോയി വെക്കാൻ പറ്റൂല. അപ്പം ഞാനൊരു കുറേ എൻക്വയറി നടത്തി അതിനെക്കുറിച്ച്. ഞാൻ മിക്കവാറും ഏതാണെങ്കിലും അതിനെക്കുറിച്ച് കുറേയും കൂടിയൊക്കെ പഠിക്കാൻ ശ്രമിക്കാറുണ്ട്. കാരണം നമുക്ക് ആവശ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് എന്താണ് ഏതാണ് അതിൻ്റെ മറ്റുള്ള കാര്യങ്ങൾ എന്താണെന്നൊക്കെ ഞാൻ കുറേയൊക്കെ പഠിക്കാൻ ശ്രമിച്ച് അങ്ങനെ ഒരു 10-15 ടീമിനെയൊക്കെ വിളിച്ച് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഔചാരികമായിട്ടൊരു ദിവസം വിളിച്ചു കഴിഞ്ഞപ്പോൾ മലപ്പുറം ടീമിൻ്റെ അടുത്താണ് ചെന്നത്. മൂപ്പൻസ് ഗ്രൂപ്പിൻ്റെ മലപ്പുറത്തുള്ളൊരു ടീമാണ് എടുത്തത്. അപ്പോൾ അവർ പറഞ്ഞു, അയ്യോ സാറേ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളായിട്ട് ബന്ധപ്പെടണമെന്നില്ല, ഞങ്ങളുടെ ടീം ആലുവയിലും ഉണ്ട്, തൃശ്ശൂർ വരെയായിട്ട് അവർ ചെയ്യണുള്ളൂ, അത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ആലുവയിലെ ടീമിനായിട്ട് ബന്ധപ്പെട്ടാൽ മതി എന്നും വേണ്ട. അവരാണ് ശരിക്കും എനിക്ക് ആലുവയിലെ മൂപ്പൻസ് ഗ്രൂപ്പിൻ്റെ നമ്പർ ഇത് ചെയ്ത് ഞാൻ 1-2 പ്രാവശ്യം വിളിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ സംശയങ്ങളും കാര്യങ്ങളൊക്കെ ചോദിച്ച് വിളിച്ച് കഴിഞ്ഞൊക്കെ അവർ വ്യക്തമായ ഇത് എനിക്ക് തരാറുണ്ടായിരുന്നു. ഇവിടെ എല്ലാവരും ഉണ്ട്. ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, മറ്റേ എയർ ഫ്രയർ, മൈക്രോ ഓവൻ, മിക്കവാറും ഒരുവിധമുള്ള സാധനങ്ങൾ എല്ലാവരും. ഇൻഡക്ഷൻ കുക്കർ ഉപയോഗിക്കാം. ഇൻഡക്ഷൻ കുക്കർ ഞാൻ ഉപയോഗിച്ചത് തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. കാരണം എനിക്കിതിൻ്റെ കൂടെ ഒരെണ്ണം അന്ന് ഫ്രീ തന്നായിരുന്നു. അപ്പോൾ ഞാനത് ഉപയോഗിക്കാതെ വെച്ചാക്കിയിരുന്നു, നോക്കിയിട്ട് പോലും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഒരു 3-4 മാസമായിട്ടുള്ളൂ. അത് എടുത്ത് വെച്ച് നോക്കിക്കഴിഞ്ഞപ്പോൾ നമുക്ക് അതിനേലും കുറേ കൂടി മെച്ചമായിട്ട് തോന്നി. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗ്യാസിൽ വെക്കണേലും പെട്ടെന്ന് നമുക്ക് പാചകം ചെയ്തെടുക്കാൻ പറ്റാണ്ട് അത്ര സമയം പിടിക്കണില്ല. ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ വിധത്തിൽ അരി വേവിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ള വെള്ളം തിളപ്പിക്കാനോ അതൊക്കെ വെക്കുകയാണെങ്കിൽ നമ്മൾ 2000 വരെയൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാലും നമുക്ക് പെട്ടെന്ന് കാര്യം കഴിയാണ്ട് അതനുസരിച്ച് നമ്മളുടെ ഗ്യാസ് ഒരുപാട് ലാഭിക്കാൻ പറ്റാണ്ട് എല്ലാം കൊണ്ടും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നല്ല മെച്ചമായിട്ടാണ് തോന്നിയാക്കണത്. അതേപോലെ തന്നെ മിച്ചം വന്ന ഇലക്ട്രിസിറ്റി KSEB എടുത്തിട്ട് അതിൻ്റെ ഒരു പൈസ തന്നെ സംവിധാനം ഉണ്ടായിരുന്നു. എനിക്ക് കഴിഞ്ഞ തവണ ഏകദേശം 7,000 രൂപ കിട്ടി. അത് കിട്ടിയിട്ടോ അല്ല, കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അടക്കണ കറണ്ട് ബില്ല് കുറഞ്ഞു കിട്ടണം എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. തോന്നിയതും നല്ലൊരു തന്നെയാണ്. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കഴിഞ്ഞ ശേഷമുള്ള സേവനങ്ങളൊക്കെ നല്ല ഇത് തന്നെയാണ്. എപ്പോൾ വിളിച്ചാലും അവർ അവിടെ നിന്ന് റെസ്പോണ്ട് ചെയ്യാറുണ്ട്. വളരെ നല്ല രീതിയിലുള്ള പെരുമാറ്റമാണ്. കാരണം ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞ് വിളിക്കാമെന്ന് പറഞ്ഞാലും അവർ വിളിച്ച് കാര്യങ്ങൾ പറയും. ഇന്ന വിധത്തിലാണ്, അല്ലെങ്കിൽ അറിയാൻ പാടില്ലെങ്കിൽ അതിൻ്റെ ടെക്നീഷ്യനോട് ചോദിച്ചിട്ട് കാര്യങ്ങൾ പറയാമെന്നും പറഞ്ഞ് പറയണത്. എന്തെങ്കിലും ഇനിയിപ്പോൾ ബാങ്ക് ലോൺ എടുത്തിട്ടായാലും വേണ്ടില്ല, ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ ബാങ്ക് ലോൺ അടഞ്ഞു പോണത് ഇലക്ട്രിസിറ്റി ബില്ല് കൊണ്ടുപോയി അടക്കുന്നതിന് പകരം ആ ബാങ്ക് ലോൺ അടഞ്ഞു പോയി കഴിഞ്ഞാൽ 1-2-3 വർഷം കൊണ്ട് ബാങ്ക് ലോൺ തീരുകയാണെങ്കിൽ ഇലക്ട്രിസിറ്റി അടക്കുന്ന പൈസ ബാങ്കിൽ കൊണ്ടുവന്ന് അടക്കുകയാണെന്നുണ്ടെങ്കിൽ 2-3 വർഷം കൊണ്ട് ഇത് സ്വന്തമാവും. തീർച്ചയായിട്ടും നല്ല ഹാപ്പിയാണ്. കാരണം നമ്മളതിൻ്റെ കൊണ്ട് നമുക്ക് ദോഷം വന്നിട്ടില്ല, ഗുണം തന്നെയാണ്. അത് ആരെയും സൂചിപ്പിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ള ഒരു കാര്യങ്ങൾക്കും വേണ്ടിയല്ല. എല്ലാം കൊണ്ടും ഞാൻ ഹാപ്പിയാണ്, എനിക്ക് സന്തോഷമാണ്. ഇത് എടുക്കാത്തവരുണ്ടെങ്കിൽ അവരോടും കൂടി എത്രയും പെട്ടെന്ന് എടുക്കണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം.